Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ in a prosperous kingdom. പ്രോസ്പെറസ് എന്നാൽ സമ്പന്നമായ സമൃദ്ധമായ ഇതൊക്കെയാണ് അർത്ഥം. കിങ്ഡം എന്നാൽ രാജ്യം. പണ്ടൊരിക്കൽ ഒരു സമൃദ്ധമായ ഒരു രാജ്യത്ത് there lived a wise and fair king who was loved by his people. there lived ജീവിച്ചിരുന്നു a wise and fair king. വൈസ് എന്നാൽ അറിവുള്ള എന്നാണ് അർത്ഥം, വിവേകശാലിയായ. ഫെയർ എന്നാൽ നീതിമാനായ. അവിടെ ഒരു നീതിമാനായതും അതുപോലെ അറിവുള്ളവനുമായിട്ടുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഹു വാസ് ലവ്ഡ് ബൈ ഹിസ് പീപ്പിൾ. ഹു എന്നാൽ അദ്ദേഹം, രാജാവ്. വാസ് ലവ്ഡ് അദ്ദേഹം സ്നേഹിക്കപ്പെട്ടിരുന്നു. ബൈ ഹിസ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ പ്രജകളാൽ അദ്ദേഹം സ്നേഹിക്കപ്പെട്ടിരുന്നു. പണ്ടൊരിക്കൽ ഒരു സമൃദ്ധമായ ഒരു രാജ്യത്ത് ഒരു വിവേകശാലിയായതും നീതിമാനുമായിട്ടുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകളാൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. The king's court was filled with learned men and skilled advisors. The king's court, രാജാവിൻ്റെ രാജസദസ്സ്, was filled അത് നിറഞ്ഞിരുന്നു. with learned men വിവരമുള്ള പുരുഷന്മാർ, and skilled advisors. സ്കിൽഡ് എന്നാൽ നൈപുണ്യമുള്ള എന്നാണ് അർത്ഥം, സമർത്ഥരായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള. അഡ്വൈസേഴ്സ് എന്നാൽ ഉപദേഷ്ടാക്കൾ. വിദഗ്ധരായിട്ടുള്ള ഉപദേഷ്ടാക്കളെ കൊണ്ടും വിവരമുള്ള പുരുഷന്മാരെ കൊണ്ടും ആ രാജാവിൻ്റെ സദസ്സ് നിറഞ്ഞിരുന്നു. ബട്ട് നോ വൺ വേർ ആസ് ക്ലവർ ആസ് ഹിസ് മിനിസ്റ്റർ. പക്ഷേ മന്ത്രിയെപ്പോലെ ആരും തന്നെ ബുദ്ധിമാനായിരുന്നില്ല, വിവേകശാലിയായിരുന്നില്ല. ക്ലവർ എന്നാൽ ബുദ്ധിയുള്ള, സമർത്ഥനായ ഇതൊക്കെയാണ് അർത്ഥം. ആസ് എന്നാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. ആസ് ഹിസ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ, രാജാവിൻ്റെ മന്ത്രിയെപ്പോലെ ആരും തന്നെ പക്ഷേ എന്തല്ല, സമർത്ഥരായിട്ടുള്ളവരായിരുന്നില്ല. നോ വൺ എന്നാൽ ഒരാളുമില്ല എന്നാണ് അർത്ഥം. ഹി വാസ് ഫേമസ് ത്രൂ ഔട്ട് ദ കിങ്ഡം ഫോർ ഹിസ് ഷാർപ്പ് വിറ്റ് ആൻഡ് ക്വിക്ക് സൊല്യൂഷൻസ് ടു ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഹി വാസ് ഫേമസ് അദ്ദേഹം, മന്ത്രി, പ്രശസ്തനായിരുന്നു. ത്രൂ ഔട്ട് ദ കിങ്ഡം, ത്രൂ ഔട്ട് എന്നാൽ ആകമാനം എന്നാണ് അർത്ഥം. രാജ്യ ആകമാനം അദ്ദേഹം, ആ മന്ത്രി പ്രശസ്തനായിരുന്നു. ഫോർ ഹിസ് ഷാർപ്പ് വിറ്റ്. വിറ്റ് എന്നാൽ ബുദ്ധിശക്തി. ഷാർപ്പ് വിറ്റ് എന്നാൽ ഒരു വ്യക്തി, നല്ല കഴിവുള്ള വ്യക്തി, എല്ലാം നിരീക്ഷിക്കാനും അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുള്ള വ്യക്തി എന്നാണ് അർത്ഥം. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹം രാജ്യത്താകമാനം അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ആൻഡ് ക്വിക്ക് സൊല്യൂഷൻസ് ടു ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം രാജ്യത്ത് ആകമാനം പ്രശസ്തനായിരുന്നു. ഡിഫിക്കൽട്ട് എന്നാൽ ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ. സൊല്യൂഷൻസ് എന്നാൽ പരിഹാരം. ക്വിക്ക് എന്നാൽ പെട്ടെന്ന്, വേഗത്തിൽ. എ കോർട്ടിയർ നെയ്മഡ് ജോൺ വാസ് അറ്റ് ദ കിങ്സ് കോർട്ട്. എ കോർട്ടിയർ എന്നാൽ അർത്ഥം രാജസേവകൻ എന്നാണ് അർത്ഥം. എ കോർട്ടിയർ നെയ്മഡ് ജോൺ എന്നു പേരുള്ള ഒരു രാജസേവകൻ വാസ് അറ്റ് ദ കിങ്സ് കോർട്ട് രാജാവിൻ്റെ രാജസദസ്സിൽ ഒരു രാജസേവകൻ, ജോൺ എന്നു പേരുള്ള ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. ഹി വാസ് റെസ്പെക്റ്റഡ് ആൻഡ് ലൈക്ഡ്. ഹി വാസ് റെസ്പെക്റ്റഡ് അദ്ദേഹം ബഹുമാനിക്കപ്പെട്ടിരുന്നു. ആൻഡ് ലൈക്ഡ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ബഹുമാനിക്കപ്പെടുകയും ചെയ്തിരുന്നു, അദ്ദേഹം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, അതുപോലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ബഹുമാനിച്ചു, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു എന്നല്ല, മറ്റുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് ഹി വാസ് റെസ്പെക്റ്റഡ് ആൻഡ് ലൈക്ഡ്. ബട്ട് നോട്ട് ഓൾ ഹിസ് വ്യൂസ് വേർ വെരി സെൻസിബിൾ. പക്ഷേ നോട്ട് ഓൾ ഹിസ് വ്യൂസ് എന്നാൽ ഇവിടെ ആശയങ്ങൾ എന്നുള്ള അർത്ഥമാണ്. സെൻസിബിൾ എന്നാൽ വിവേകമായ എന്നാണ് അർത്ഥം.
ബുദ്ധിപൂർവമായ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം പര്യാപ്തമായിരുന്നില്ല. അതെല്ലാം വിവേകമുള്ളതായിരുന്നില്ല. സംടൈംസ് ഹീ സെഡ് തിങ്സ് ദാറ്റ് വെർ ക്വയറ്റ് ഫൂളിഷ്. സംടൈംസ് ചിലപ്പോഴൊക്കെ ഹീ സെഡ് തിങ്സ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് വെർ ക്വയറ്റ് ഫൂളിഷ്. ക്വയറ്റ് എന്നാൽ തികച്ചും എന്നാണ് അർത്ഥം. ഫൂളിഷ് എന്നാൽ വിഡ്ഢിത്തമായ, ബുദ്ധിശൂന്യമായ, ഇതൊക്കെയാണ് അർത്ഥം. ചിലപ്പോഴൊക്കെ, പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് തികച്ചും ബുദ്ധിശൂന്യമായതായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ജോൺ സ്പോക്കപ്പ് ഇൻ കോർട്ട്. ജോൺ സ്പോക്കപ്പ്, സ്പീക്കപ്പ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്പോക്കപ്പ്. സ്പീക്കപ്പ് എന്നാൽ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ഒരാളുടെ ഫീലിംഗ് പ്രകടിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അത് തുറന്ന് സംസാരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ജോൺ സ്പോക്കപ്പ് ഇൻ കോർട്ട്. ജോൺ രാജസദസ്സിൽ പറഞ്ഞു, യുവർ മജസ്റ്റി. രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ് മജസ്റ്റി. ഐ ബിലീവ് ദാറ്റ് റിച്ച് പീപ്പിൾ ആർ മോർ ഓണസ്റ്റ് ദാൻ പുവർ പീപ്പിൾ. ഇതാണ് ജോൺ രാജസദസ്സിൽ പറഞ്ഞത്. ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. റിച്ച് പീപ്പിൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, ആർ മോർ ഓണസ്റ്റ് ദാൻ പുവർ പീപ്പിൾ. ഇത് ഓണസ്റ്റ് എന്നാണ് വായിക്കുക, എച്ച് സൈലൻ്റ് ആയിരിക്കും. പുവർ പീപ്പിൾ എന്നാൽ പാവപ്പെട്ട ആളുകൾ. ഞാൻ വിശ്വസിക്കുന്നത് ധനികരായിട്ടുള്ള ആളുകളാണ് പാവപ്പെട്ടവരെക്കാൾ സത്യസന്ധരായിട്ടുള്ള ആളുകൾ. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധരായിട്ടുള്ള ആളുകൾ പണമുള്ളവരാണ് പാവപ്പെട്ടവരെക്കാൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ജോൺ പറഞ്ഞു. ദേ ഹാവ് എവരിത്തിങ് ദേ നീഡ്. ദേ ഹാവ് എവരിത്തിങ്, അവർക്ക് എല്ലാം ഉണ്ട്. ദേ നീഡ്, അവർക്ക് വേണ്ടത്. പണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവർക്ക് ഉണ്ട്. സോ ദേ ഡോണ്ട് സ്റ്റീൽ. സോ ആയതിനാൽ, ദേ ഡോണ്ട് സ്റ്റീൽ. സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. ആയതിനാൽ ദേ ഡോണ്ട് സ്റ്റീൽ, അവർ മോഷ്ടിക്കാറില്ല. ധനികരായിട്ടുള്ള ആളുകൾ മോഷ്ടിക്കാറില്ല. അവർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം അവരുടെ പക്കൽ ഉണ്ട്. ഇറ്റ്സ് ദ പുവർ ഹൂ കമ്മിറ്റ് ക്രൈംസ് ബിക്കോസ് ദേ നീഡ് മണി. കമ്മിറ്റ് ക്രൈംസ് എന്നാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. ബിക്കോസ് എന്നാൽ കാരണം. ഇറ്റ്സ് ദ പുവർ ഹൂ കമ്മിറ്റ് ക്രൈംസ്, പാവപ്പെട്ടവരാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് കാരണം, ദേ നീഡ് മണി, അവർക്ക് പണം വേണം. അതുകൊണ്ട് പാവപ്പെട്ടവരാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ദ മിനിസ്റ്റർ റൈസ്ഡ് ആൻ ഐബ്രോ ആൻഡ് സെഡ്. ഐബ്രോ എന്നാൽ പുരികം എന്നാണ് അർത്ഥം. ദ മിനിസ്റ്റർ റൈസ്ഡ് ആൻ ഐബ്രോ, മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പുരികം ഉയർത്തി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ജോൺ, ഐ ഡോണ്ട് എഗ്രി. ജോണിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മന്ത്രി. ജോൺ, ഐ ഡോണ്ട് എഗ്രി, ഞാൻ യോജിക്കുന്നില്ല. നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ജസ്റ്റ് ബിക്കോസ് സമ്മൺ ഈസ് റിച്ച് ഡസൻറ്റ് മീൻ ദേ ആർ ഓണസ്റ്റ്. ജസ്റ്റ് ബിക്കോസ്, അദ്ദേഹം യോജിക്കാത്തതിൻ്റെ കാരണം, സമ്മൺ ഈ റിച്ച് ഡസൻറ്റ് മീൻ ദേ ആർ ഓണസ്റ്റ്. ഒരു വ്യക്തി ധനികനാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പണക്കാർ സത്യസന്ധരാണെന്ന് അർത്ഥമാക്കുന്നില്ല. അവർ പണക്കാരാണ് എന്ന കാരണത്താൽ. സം റിച്ച് പീപ്പിൾ ചീറ്റ് ആൻഡ് ലൈ. ലൈ എന്നാൽ ഇവിടെ അർത്ഥം കള്ളം പറയുക എന്നാണ് അർത്ഥം. സം റിച്ച് പീപ്പിൾ, ചില ധനികരായിട്ടുള്ള ആളുകൾ, ചീറ്റ് ആൻഡ് ലൈ, അവർ ചീറ്റ് എന്നാൽ വഞ്ചിക്കുക, അവർ വഞ്ചിക്കുകയും കളവ് പറയുകയും ചെയ്യുന്നു. ജോൺ റിപ്ലൈഡ്. ജോൺ മറുപടി പറഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് ട്രൂ. അത് സത്യമല്ല. ദ പുവർ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ വേസ് ടു ഗെറ്റ് മണി. ദ പുവർ ആർ ഓൾവേസ്, പാവപ്പെട്ട ആളുകൾ എപ്പോഴും ലുക്കിംഗ് ഫോർ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വേസ്, മാർഗങ്ങൾ. ടു ഗെറ്റ് മണി, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകൾ എപ്പോഴും ഓരോ മാർഗങ്ങൾ, ഓരോ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ മോർ ലൈക്ലി ടു സ്റ്റീൽ ബിക്കോസ് ദേ ആർ ഡെസ്പറേറ്റ്. ഡെസ്പറേറ്റ് എന്നാൽ നിരാശയായ, ഗതികെട്ട, ഇതൊക്കെയാണ് അർത്ഥം. നിർവാഹമില്ലാത്ത. ദേ ആർ മോർ ലൈക്ലി ടു സ്റ്റീൽ, പാവപ്പെട്ടവരാണ് കൂടുതൽ മോഷ്ടിക്കാൻ സാധ്യത.
ലൈക്ലി എന്നാൽ സാധ്യത പറയുകയാണ്. കൂടുതൽ സാധ്യത പാവപ്പെട്ടവർ മോഷ്ടിക്കാനാണ്. ബിക്കോസ് കാരണം ദേ ആർ ഡെസ്പറേറ്റ് അവർ നിർവാഹമില്ലാത്തവരാണ്, ഗതികെട്ടവരാണ്. ആയതിനാൽ അവരാണ് കൂടുതൽ മോഷ്ടിക്കാൻ സാധ്യത. ജോൺ മന്ത്രിയോട് മറുപടി പറഞ്ഞു. ദ കിങ് ലിസൺഡ് കെയർഫുള്ളി ആൻസർഡ്. രാജാവ് ശ്രദ്ധയോടെ കേട്ടു, മറുപടി പറഞ്ഞു. ലിസൺ എന്നാൽ കേട്ടു, കെയർഫുള്ളി ശ്രദ്ധയോടെ, ആൻസർഡ് എന്നിട്ട് മറുപടി പറഞ്ഞു. ബട്ട് ജോൺ, പക്ഷേ ജോൺ, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് അൺഫെയർ ടു ജഡ്ജ് പീപ്പിൾ ജസ്റ്റ് ബൈ ദെയർ വെൽത്ത്. ഡോണ്ട് യു തിങ്ക്, നിനക്ക് തോന്നുന്നില്ലേ? ഇറ്റ്സ് അൺഫെയർ. അൺഫെയർ എന്നാൽ അർത്ഥം ന്യായരഹിതമായ എന്നാണ് അർത്ഥം, അനീതിയായ. ജഡ്ജ് പീപ്പിൾ ആളുകളെ വിധി പറയുക, തീരുമാനിക്കുക. ജസ്റ്റ് ബൈ ദെയർ വെൽത്ത് അവരുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്, അവരെ വിധി പറയുന്നത് ന്യായരഹിതമാണ് എന്ന് നിനക്ക് തോന്നുന്നില്ലേ? രാജാവ് ജോണിനോട് ചോദിച്ചു. സം പുവർ പീപ്പിൾ ആർ വെരി ഓണസ്റ്റ്. ചില പാവപ്പെട്ട ആളുകൾ വളരെ സത്യസന്ധന്മാരാണ്. വൈൽ സം റിച്ച് പീപ്പിൾ ക്യാൻ ബി ഡിസോണസ്റ്റ്. വൈൽ അതേസമയം സം റിച്ച് പീപ്പിൾ ക്യാൻ ബി ഡിസോണസ്റ്റ്. ഡിസോണസ്റ്റ് എന്നാൽ സത്യസന്ധത ഇല്ലാത്ത എന്നാണ് അർത്ഥം. അതേസമയം ചില ധനികരായിട്ടുള്ള ആളുകൾ സത്യസന്ധത ഇല്ലാത്തവരുമാണ്. എന്നാൽ ചില പാവപ്പെട്ട ആളുകൾ സത്യസന്ധന്മാരുമാണ്. ദ മിനിസ്റ്റർ നോഡഡ് ആൻഡ് ആഡഡ്. മന്ത്രി, നോഡ് എന്നാൽ തലയാട്ടുക എന്നാണ് അർത്ഥം. മന്ത്രി തലയാട്ടിക്കൊണ്ട് ചേർത്തു പറഞ്ഞു. എക്സാക്ട്ലി തീർച്ചയായും, കൃത്യമായും. യുവർ മജസ്റ്റി, രാജാവിനെ ബഹുമാനിച്ചു വിളിക്കുകയാണ്. മജസ്റ്റി രാജാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. വി ഷുഡ് നോട്ട് ജഡ്ജ് സംവൺ ബൈ ഹൗ മച്ച് മണി ദേ ഹാവ്. വി ഷുഡ് നോട്ട് ജഡ്ജ്, നമ്മൾ വിധി പറയരുത്, സംവൺ ഒരാളെപ്പറ്റി, ബൈ ഹൗ മച്ച് മണി ദേ ഹാവ് അവരുടെ അടുത്ത് എത്രമാത്രം പണമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യരുത്. ഇറ്റ്സ് ദെയർ ആക്ഷൻസ് ദാറ്റ് മാറ്റർ. അവരുടെ പ്രവർത്തനങ്ങൾ എന്താണോ അതിലാണ് കാര്യം. ജോൺ ഫ്രൗൺ ആൻസർഡ്. ഫ്രൗൺ എന്നാൽ അർത്ഥം നെറ്റി ചുളിക്കുക എന്നാണ് അർത്ഥം. ജോണ് നെറ്റി ചുളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഐ സ്റ്റിൽ തിങ്ക് ദ റിച്ച് ആർ ബെറ്റർ. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ധനികരാണ് നല്ല ആളുകൾ എന്നാണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് ടു ലൂസ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ദേ ഹാവ് എ ലോട്ട് എന്നാൽ അവർക്ക് ഒരുപാട് ഉണ്ട്. ടു ലൂസ് നഷ്ടപ്പെടാൻ, അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട്. സോ ദേ ആർ മോർ കെയർഫുൾ. ആയതിനാൽ അവർ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. ദ കിങ് റേസ്ഡ് ഹിസ് ഹാൻഡ് ആൻഡ് റിപ്ലൈഡ്. രാജാവ് അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. റേസ്ഡ് എന്നാൽ ഉയർത്തി, ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കൈ. രാജാവ് അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ഓണസ്റ്റി കംസ് ഫ്രം ദ ഹാർട്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ്, ഇത് ഓർമ്മിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓണസ്റ്റി കംസ് ഫ്രം ദ ഹാർട്ട്. ഓണസ്റ്റി സത്യസന്ധത, ആത്മാർത്ഥത. കംസ് ഫ്രം ദ ഹാർട്ട് അത് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. സത്യസന്ധത അത് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ട് ഫ്രം ദ വാലറ്റ്. വാലറ്റ് എന്നാൽ പണപ്പൊതി എന്നാണ് അർത്ഥം. കൈപ്പണസഞ്ചി, പണസഞ്ചിയിൽ നിന്നല്ല സത്യസന്ധത വരുന്നത്, അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ആഫ്റ്റർ ദ ഡിസ്കഷൻ ഇൻ കോർട്ട്. രാജസദസ്സിലെ ചർച്ചയ്ക്ക് ശേഷം ദ മിനിസ്റ്റർ വോക്ക്ഡ് ഓൺ. മന്ത്രി വീട്ടിലേക്ക് നടന്നു. ആ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വീട്ടിലേക്ക് നടന്നു. ഫീലിംഗ് ഹംഗ്രി ആഫ്റ്റർ എ ലോങ് ഡേ. ഫീലിംഗ് ഹംഗ്രി വിശപ്പ് അനുഭവപ്പെട്ട്. ആഫ്റ്റർ എ ലോങ് ഡേ ഒരു നീണ്ട സമയത്തിന് ശേഷം, സമയദൈർഘ്യത്തിന് ശേഷം അദ്ദേഹം വിശപ്പ് തോന്നിക്കൊണ്ട് അദ്ദേഹം ആ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. ആസ് ഹി എൻറ്റേർഡ് ഹിസ് ഹൗസ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ച സമയത്ത്, ആസ് എന്നാൽ ആ സമയത്ത് എന്നാണ് അർത്ഥം, അപ്പോൾ ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹി വാസ് ഗ്രീറ്റഡ് ബൈ ദ ഡെലിഷ്യസ് സ്മെൽ ഓഫ് ഫുഡ്. ഹി വാസ് ഗ്രീറ്റഡ് എന്നാൽ അദ്ദേഹത്തെ അനുമോദിച്ചു, അദ്ദേഹത്തെ എതിരേറ്റു, ഇതൊക്കെയാണ് അർത്ഥം.
ഡെലിഷ്യസ് എന്നാൽ രുചികരമായ ഭക്ഷണത്തിൻ്റെ സ്മെല്ല്. അതിനാൽ അദ്ദേഹം അനുമോദിക്കപ്പെട്ടു, അദ്ദേഹം വാഴ്ത്തപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം അനുമോദിക്കപ്പെട്ടു. ഇതൊക്കെയാണ് അർത്ഥം. ഡെലിഷ്യസ് ഫുഡ് എന്നാൽ രുചികരമായ ആഹാരം. ഇറ്റ് സ്മെൽ വണ്ടർഫുൾ. ഇതിൻ്റെ വാസന വളരെ നല്ലതാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. റബ്ബിങ് ഹിസ് സ്റ്റൊമക്ക്. റബ്ബിങ് എന്നാൽ തിരുമ്മിക്കൊണ്ട്. സ്റ്റൊമക്ക് എന്നാൽ വയർ. അദ്ദേഹത്തിൻ്റെ വയർ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ വാസന വളരെ നല്ലതാണ്. ഹിസ് വൈഫ് സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഐ മെയ്ഡ് യുവർ ഫേവററ്റ് ഡിഷ് ടുഡേ, സ്പൈസി വെജിറ്റബിൾ കറി. ഐ മെയ്ഡ് ഞാൻ ഉണ്ടാക്കി, യുവർ ഫേവററ്റ് ഡിഷ് ടുഡേ. ഡിഷ് എന്നാൽ ഭക്ഷണം എന്നാണ് അർത്ഥം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഉണ്ടാക്കിയത്. സ്പൈസി വെജിറ്റബിൾ കറി. സ്പൈസി എന്നാൽ എരിവുള്ള പച്ചക്കറി കറി ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഫ്ലഫി റൈസ്. ഫ്ലഫി എന്നാൽ മൃദുവായ എന്നാണ് അർത്ഥം. മൃദുവായിട്ടുള്ള ചോറ്. ആൻഡ് വാം ബ്രെഡ്. വോം എന്നാൽ ഇളം ചൂടുള്ള എന്നാണ് അർത്ഥം. ഇളം ചൂടുള്ള റൊട്ടിയും അതുപോലെ ഫ്ലഫി റൈസുമാണ്. അതുപോലെ എരിവുള്ള പച്ചക്കറി കറിയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആൻഡ് ഫോർ ഡിസേർട്ട്. ഡിസേർട്ട് എന്നാൽ അർത്ഥം മധുര പലഹാരം എന്നാണ് അർത്ഥം. ഭക്ഷണാവസാനം വിളമ്പുന്ന മധുര പലഹാരങ്ങൾ. അതായിട്ട് എന്നാണ് അർത്ഥം. ഡെസേർട്ട് എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. ഡിസേർട്ട് എന്താണ് ഈ മധുര പലഹാരം. ദർ ഈസ് ഡെലിഷ്യസ് മാംഗോ പുഡിംഗ്. പുഡിംഗ് എന്നാൽ പായസം. രുചികരമായിട്ടുള്ള പായസമുണ്ട്. ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ മധുര പലഹാരമായിട്ട് എന്താണ് മാംഗോ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുമുണ്ട്. ദർ ഈസ് എന്നാൽ ഉണ്ട്. ദ മിനിസ്റ്റേഴ്സ് ഐസ് ലിറ്റ് അപ്പ്. മന്ത്രിയുടെ കണ്ണുകൾ പ്രകാശിച്ചു. അതായത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. ഐ കാൺട്ട് വെയിറ്റ് ടു ഈറ്റ്. എനിക്ക് ഭക്ഷിക്കാൻ കാത്തിരിക്കാൻ സാധിക്കുകയില്ല. ഹി സാറ്റ് അറ്റ് ദ ടേബിൾ. അദ്ദേഹം ടേബിളിൻ്റെ അടുത്ത് ഇരുന്നു. ഈഗേളി ലുക്കിംഗ് അറ്റ് ദ കളർഫുൾ ഡിഷസ് ബിഫോർ ഹിം. ഈഗേളി എന്നാൽ താല്പര്യത്തോടെ എന്നാണ് അർത്ഥം. കളർഫുൾ ഡിഷസ് എന്നാൽ നിറങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ബിഫോർ ഹിം എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ആ ഭക്ഷണങ്ങളിലേക്ക് താല്പര്യത്തോടെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ ടേബിളിൽ ഇരുന്നു. ആസ് ഹി ടുക്ക് എ ബൈറ്റ് ഓഫ് ദ കറി. അദ്ദേഹം ആ കറിയിൽ നിന്നും അല്പം കഴിക്കാൻ എടുത്ത സമയത്ത് ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ദിസ് ഈസ് അമേസിങ്. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. ജസ്റ്റ് വാട്ട് ഐ നീഡഡ് ആഫ്റ്റർ എ ഡേ ഓഫ് ഡിബേറ്റ് ഇൻ കോർട്ട്. ഡിബേറ്റ് എന്നാൽ വാദപ്രതിവാദം എന്നാണ് അർത്ഥം. ഒരു നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം എനിക്ക് എന്താണോ വേണ്ടത് അത് എനിക്ക് ലഭിച്ചു. എന്തായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അത് എനിക്ക് ലഭിച്ചു. ഇത് ആശ്ചര്യകരമായിരിക്കുന്നു. ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി. ആസ് ദ മിനിസ്റ്റർ ലേ ഇൻ ബെഡ്. മന്ത്രി കട്ടിലിൽ കിടന്ന സമയത്ത്. ആ സമയത്ത് മന്ത്രി അന്ന് രാത്രി കട്ടിലിൽ കിടന്ന സമയത്ത് ഹി കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ജോൺസ് റിമാർക്സ് അബൌട്ട് റിച്ച് ആൻഡ് പുവർ പീപ്പിൾ. ഹി കുഡിൻറ്റ് സ്റ്റോപ്പ്. അദ്ദേഹത്തിന് നിർത്താൻ സാധിച്ചില്ല. തിങ്കിങ് ചിന്തിക്കൽ. അദ്ദേഹത്തിന് ചിന്തിക്കൽ നിർത്താൻ സാധിച്ചില്ല. അബൌട്ട് ജോൺസ് റിമാർക്സ് അബൌട്ട് റിച്ച് ആൻഡ് പുവർ പീപ്പിൾ. റിമാർക്സ് എന്നാൽ ഇവിടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നാണ് അർത്ഥം. ധനികരായിട്ടുള്ള ആളുകളെപ്പറ്റിയും പാവപ്പെട്ട ആളുകളെപ്പറ്റിയുമുള്ള ജോണിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ. അതിനെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് നിർത്താൻ സാധിച്ചില്ല. ജോണിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് ആ ചിന്ത മന്ത്രിക്ക് നിർത്താൻ സാധിച്ചില്ല. ഹി റോൾഡ് ഓവർ. അദ്ദേഹം കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. സ്റ്റെയറിംഗ് അറ്റ് ദ സീലിംഗ്. സീലിംഗ് എന്നാൽ
മച്ച് സ്റ്റെയറിംഗ് എന്നാൽ തുറിച്ചു നോക്കിക്കൊണ്ട്. അദ്ദേഹം മച്ചിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കയിൽ ഉരുണ്ടുകൊണ്ട് കിടന്നു. വൈ ഡസ് ജോൺ തിങ്ക് ദാറ്റ് വേ? എന്തുകൊണ്ടാണ് ജോൺ അത്തരത്തിൽ ചിന്തിക്കുന്നത്? ഹി മെർമേഡ്. മെർ എന്നാൽ പിറുപിറുക്കുക എന്നാണ് അർത്ഥം. മന്ത്രി പിറുപിറുത്തു. എന്തുകൊണ്ടാണ് ജോൺ അങ്ങനെ ചിന്തിക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് സമ്മൺ ഈസ് പുവർ ഡസൻറ്റ് മീൻ ദേ ആർ ഡിസോണസ്റ്റ്. കാരണം സമ്മൺ ഈസ് പുവർ ഡസൻറ്റ് മീൻ ദേ ആർ ഡിസോണസ്റ്റ്. ഒരു വ്യക്തി പാവപ്പെട്ടവനാണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല അദ്ദേഹം സത്യസന്ധത ഇല്ലാത്തവനാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. ദർ മസ്റ്റ് ബി എ വേ ടു ഷോ ദിസ്. ഇത് തെളിയിക്കാൻ ഒരു മാർഗമുണ്ടാകും. ഹി വിസ്പേർഡ് ടു ഹിംസെൽഫ്. വിസ്പർ എന്നാൽ മന്ത്രിക്കുക എന്നാണ് അർത്ഥം. ഹി വിസ്പേർഡ് ടു ഹിംസെൽഫ്. അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പതുക്കെ പറഞ്ഞു. ഒരു മാർഗമുണ്ടാകും ഇത് സത്യമാണോ അല്ലേ എന്ന് തെളിയിക്കാൻ. മേ ബി ഐ ക്യാൻ ഫൈൻഡ് എ വേ ടു ഷോ എവരി വൺ ദാറ്റ് ക്യാരക്ടർ മാറ്റേഴ്സ് മോർ ദാൻ വെൽത്ത്. മേ ബി ഒരു പക്ഷേ, ഐ ക്യാൻ ഫൈൻഡ് എ വേ എനിക്കൊരു മാർഗം കണ്ടെത്താൻ സാധിച്ചേക്കും, ടു ഷോ തെളിയിക്കാൻ, എവരി വൺ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്, ക്യാരക്ടർ മാറ്റേഴ്സ് മോർ ദാൻ വെൽത്ത് സ്വഭാവ ഗുണത്തിലാണ് കാര്യം, പണത്തേക്കാൾ സ്വഭാവ ഗുണത്തിലാണ് കാര്യം. ഇത് തെളിയിക്കാൻ, ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കൊരു മാർഗം കണ്ടെത്താൻ ഒരു പക്ഷേ സാധിച്ചേക്കും. സഡൻലി പെട്ടെന്ന് an idea sparked in his mind. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായി. he smiled to himself. അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പുഞ്ചിരിച്ചു. യെസ് അതെ. I will show them that honesty is not about wealth but about the heart. I will show them. ഞാൻ അവരെ കാണിക്കും. that honesty is not about wealth. സത്യസന്ധത എന്നുള്ളത് പണമല്ല, ധനമല്ല. ബട്ട് പക്ഷേ എബൌട്ട് ദ ഹാർട്ട്, അത് ഹൃദയമാണ്, അത് പണമല്ല. സത്യസന്ധത എന്നുള്ളത് ഞാൻ അവരെ കാണിക്കും. വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയോടുകൂടി. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു. ഹി വാസ് റെഡി ടു പുട്ട് ഹിസ് പ്ലാൻ ഇൻ ടു ആക്ഷൻ ദ നെക്സ്റ്റ് ഡേ. ഹി വാസ് റെഡി. അദ്ദേഹം തയ്യാറായിരുന്നു. ടു പുട്ട് ഹിസ് പ്ലാൻ ഇൻ ടു ആക്ഷൻ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ പദ്ധതി, അത് പുട്ട് ദിസ് പ്ലാൻ എന്നുള്ള ഇവിടെ അർത്ഥം, ആ പദ്ധതി നിർവഹിക്കാൻ വേണ്ടിയിട്ട്, അത് നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരുന്നു. ദ മിനിസ്റ്റർ റിക്വസ്റ്റഡ് ദ കിങ് ടു ഗിവ് ഹിം 2 pouches containing 50 gold coins each. ദ മിനിസ്റ്റർ റിക്വസ്റ്റ് ദ കിങ്. മന്ത്രി രാജാവിനോട് അഭ്യർത്ഥിച്ചു. ടു ഗിവ് ഹിം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി. 2 pouches. പൗച്ച് എന്നാൽ ഇവിടെ സഞ്ചി എന്നാണ് അർത്ഥം. കണ്ടെയ്നിങ് എന്നാൽ അടങ്ങുന്ന. 50 gold coins each. 50 സ്വർണ്ണ നാണയങ്ങൾ ഓരോ സഞ്ചിയിലും. അത്തരത്തിലുള്ള 50 സ്വർണ്ണ നാണയങ്ങൾ ഉൾക്കൊള്ളുന്ന 2 സഞ്ചികൾ. അത്തരത്തിലുള്ള 2 സഞ്ചികൾ അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് മന്ത്രി രാജാവിനോട് അഭ്യർത്ഥിച്ചു. ദ കിങ് വാസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് ദ മിനിസ്റ്റർ. മന്ത്രിയെ സഹായിക്കാൻ എപ്പോഴും രാജാവ് തയ്യാറായിരുന്നു. ദ കിങ് വാസ് ഓൾവേസ് റെഡി. രാജാവ് എപ്പോഴും തയ്യാറായിരുന്നു. ടു ഹെൽപ്പ് ദ മിനിസ്റ്റർ മന്ത്രിയെ സഹായിക്കാൻ. ബിക്കോസ് ഹീ ന്യൂ ദാറ്റ് ദ മാൻ വാസ് നോട്ട് ഡിസോണസ്റ്റ്. ബിക്കോസ് കാരണം രാജാവ് എപ്പോഴും മന്ത്രിയെ സഹായിക്കാൻ തയ്യാറായിരുന്നു. അതിനുള്ള കാരണം ഹീ ന്യൂ അദ്ദേഹത്തിന് അറിയുമായിരുന്നു. ദാറ്റ് ദ മാൻ വാസ് നോട്ട് ഡിസോണസ്റ്റ് ആ മന്ത്രി ഒരു സത്യസന്ധത ഇല്ലാത്ത വ്യക്തിയല്ല, അദ്ദേഹം സത്യസന്ധതയുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം രാജാവിന് അറിയുമായിരുന്നു. ആയതിനാൽ എപ്പോഴും മന്ത്രിയെ സഹായിക്കാൻ രാജാവ് തയ്യാറായിരുന്നു. ആൻഡ് ദർ വാസ് എ സൗണ്ട് റീസൺ ഫോർ വാട്ട് എവർ ഹീ ഡിഡ്. സൗണ്ട് റീസൺ എന്നാൽ അർത്ഥം ന്യായമായ കാരണം, ഇതൊക്കെയാണ് അർത്ഥം. ഒരു നല്ലതായിട്ടുള്ള ഒരു കാരണം. ആൻഡ് ദർ വാസ് എ സൗണ്ട് റീസൺ ഫോർ വാട്ട് എവർ ഹീ ഡിഡ്.
മന്ത്രി എന്തൊക്കെയാണോ ചെയ്തത് ആ ചെയ്തതിനെല്ലാം അദ്ദേഹം ചെയ്യുന്നതിനെല്ലാം ഒരു നല്ല ന്യായമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. സോ ഹി ഗേവ് ഹിം 2 pouches ഓഫ് ഗോൾഡ് കോയിൻസ്. സോ ആയതിനാൽ ഹി ഗേവ് ഹിം രാജാവ് അദ്ദേഹത്തിന് മന്ത്രിക്ക് നൽകി 2 pouches ഓഫ് ഗോൾഡ് കോയിൻസ്. സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ 2 സഞ്ചികൾ രാജാവ് മന്ത്രിക്ക് നൽകി. There was a forest close by through which travelers had to pass to reach the city. There was a forest, ഒരു വനമുണ്ടായിരുന്നു, കാട് ഉണ്ടായിരുന്നു, ക്ലോസ് ബൈ അടുത്തായി, ത്രൂ വിച്ച് അതിലൂടെ, ട്രാവലേഴ്സ് യാത്രക്കാർ, ഹാഡ് ടു പാസ് കടന്നു പോകാറുണ്ടായിരുന്നു, ടു റീച്ച് ദ സിറ്റി പട്ടണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അവിടെ അടുത്തായിട്ട് ഒരു കാടുണ്ടായിരുന്നു, അതിലൂടെ യാത്രക്കാർ കടന്നു പോകാറുണ്ടായിരുന്നു പട്ടണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ദ നെക്സ്റ്റ് ഈവനിങ് അടുത്ത ദിവസം വൈകുന്നേരം ദ മിനിസ്റ്റർ ഡ്രോപ്ഡ് എ പൗച്ച് ഓൺ ദ പാത്ത്. ദ മിനിസ്റ്റർ മന്ത്രി ഡ്രോപ്ഡ്, ഡ്രോപ്പ് എന്നാൽ ഇവിടെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. താഴെ ഇടുക ഇതൊക്കെയാണ് അർത്ഥം. ഡ്രോപ്ഡ് താഴെ ഇട്ടു, എ പൗച്ച് ഓൺ ദ പാത്ത് ആ വഴിയിൽ അദ്ദേഹം ഒരു സഞ്ചി, ഒരു പണസഞ്ചി അദ്ദേഹം മന്ത്രി അടുത്ത ദിവസം വൈകുന്നേരം ആ വഴിയിൽ ഉപേക്ഷിച്ചു. ആൻഡ് ഹിഡ് ബിഹൈൻഡ് എ ട്രീ ടു സീ വാട്ട് ഹാപ്പൻഡ്. ആൻഡ് ഹിഡ് മന്ത്രി ആ പണസഞ്ചി അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഹിഡ്, ഹൈഡ് എന്നാൽ ഒളിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഹിഡ്, ഒളിച്ചു. ബിഹൈൻഡ് എ ട്രീ ഒരു വൃക്ഷത്തിന് പിറകിലായിട്ട്, ടു സീ വാട്ട് ഹാപ്പൻഡ് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടി, അത് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വൃക്ഷത്തിന് പിറകിൽ ഒളിച്ചു. ആഫ്റ്റർ എ വൈൽ അല്പസമയത്തിന് ശേഷം എ റിച്ച് മെർച്ചൻറ്റ് കെയിം അലോങ് ദ പാത്ത്. എ റിച്ച് മെർച്ചൻറ്റ് ഒരു ധനികനായിട്ടുള്ള കച്ചവടക്കാരൻ, കെയിം അലോങ് ദ പാത്ത് ആ വഴിയിലൂടെ വന്നു. അല്പസമയത്തിന് ശേഷം ആ വഴിയിലൂടെ ഒരു വലിയ ധനികനായ ഒരു കച്ചവടക്കാരൻ ആ വഴിയിലൂടെ വന്നു. ഹി സോ ദ പൗച്ച് ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ്. ഹി സോ അദ്ദേഹം കണ്ടു, ദ പൗച്ച് ആ പണസഞ്ചി അദ്ദേഹം കണ്ടു, ആൻഡ് പിക്ഡ് ഇറ്റ് അപ്പ് എന്നിട്ട് അദ്ദേഹം അത് എടുത്തു. താഴെ നിന്നും അദ്ദേഹം അത് എടുത്തു. ക്വിക്ക്ലി പെട്ടെന്ന്, ഹി ലുക്ക്ഡ് അറൗണ്ട് അദ്ദേഹം ചുറ്റുപാടും നോക്കി. ഹി ലുക്ക്ഡ് എന്നാൽ അദ്ദേഹം നോക്കി, അറൗണ്ട് എന്നാൽ ചുറ്റുപാടും. ആൻഡ് സീയിങ് ദാറ്റ് ഹി വാസ് അലോൺ അദ്ദേഹം കാണുന്നു, അദ്ദേഹം മനസ്സിലാക്കുന്നു, ഹി വാസ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്, അദ്ദേഹം തനിച്ചാണ്, ആരും അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് അദ്ദേഹം നോക്കി, അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചുറ്റുപാടും പെട്ടെന്ന് നോക്കി. ഹി സ്ലിപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് ബാഗ്. സ്ലിപ്പ് എന്നതിന് ഇവിടെ ഇടുക എന്നുള്ള അർത്ഥമാണ്. ഹി സ്ലിപ്ഡ് അദ്ദേഹം ഇട്ടു, ഇറ്റ് അത് ആ പണസഞ്ചി, ഇൻ ടു ഹിസ് ബാഗ് അദ്ദേഹത്തിൻ്റെ ബാഗിലേക്ക്, അദ്ദേഹത്തിൻ്റെ കവറിലേക്ക്, അദ്ദേഹത്തിൻ്റെ സഞ്ചിയിലേക്ക് അദ്ദേഹം ആ പണസഞ്ചി ഇട്ടു. സ്ലിപ്ഡ് എന്നാൽ ഇട്ടു. ദെൻ ഹി വെൻറ്റ് അലോങ് ഓൺ ഹിസ് വേ ബാക്ക് ഹോം. ദെൻ അതിനുശേഷം ഹി വെൻറ്റ് അലോങ് ഓൺ ഹിസ് വേ ബാക്ക് ഹോം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ഗോ അലോങ് എന്നാൽ മുന്നോട്ട് പോവുക, തുടരുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ് അലോങ്. ദി ഈവനിങ് ആഫ്റ്റർ ദാറ്റ് ആ വൈകുന്നേരം അതിനുശേഷം ദ മിനിസ്റ്റർ പുട്ട് ദ സെക്കൻഡ് പൗച്ച് ഓൺ ദ പാത്ത് ആൻഡ് അഗെയിൻ വെയിറ്റഡ് ടു സീ വാട്ട് ഹാപ്പൻഡ്. ദ മിനിസ്റ്റർ മന്ത്രി പുട്ട് ഇട്ടു, ദ സെക്കൻഡ് പൗച്ച് രണ്ടാമത്തെ പണസഞ്ചി, ഓൺ ദ പാത്ത് വഴിയിൽ അദ്ദേഹം ഇട്ടു, ആൻഡ് അഗെയിൻ എന്നിട്ട് വീണ്ടും, വെയിറ്റഡ് കാത്തിരുന്നു, ടു സീ വാട്ട് ഹാപ്പൻഡ് എന്ത് സംഭവിക്കുമെന്ന്, എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കാത്തിരുന്നു, ആ പണസഞ്ചി അവിടെ ഇട്ടുകൊണ്ട്. ദിസ് ടൈം ഈ സമയത്ത്, ഹി സോ എ വുഡ് കട്ടർ റിട്ടേണിംഗ് ഹോം. ഈ സമയത്ത് ഹി സോ അദ്ദേഹം മന്ത്രി കണ്ടു, എ വുഡ് കട്ടർ ഒരു മരം വെട്ടുകാരൻ, റിട്ടേണിംഗ് ഹോം വീട്ടിലേക്ക് തിരിച്ചു പോകുക, വീട്ടിലേക്ക് ഒരു വിറകു വെട്ടുകാരൻ തിരിച്ചു പോകുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഹി ക്യാരീഡ് എ സ്മോൾ ബണ്ടിൽ ഓഫ് വുഡ് ഓൺ ഹിസ് ഹെഡ്. ഹി ക്യാരീഡ് അദ്ദേഹം ചുമക്കുന്നുണ്ട്, എ സ്മോൾ ബണ്ടിൽ ഓഫ് വുഡ് ഓൺ ഹിസ് ഹെഡ് അദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹം ഒരു കെട്ട് വിറക് ചുമക്കുന്നുണ്ട്.
ബണ്ടിൽ എന്നാൽ കെട്ട്, ചുമട്, ഇതൊക്കെയാണ് അർത്ഥം. സഡൻലി, പെട്ടെന്ന്. ദ മാൻ സ്റ്റംബിൾഡ് ഓൺ ദ പൗച്ച് ആൻഡ് ഡ്രോപ്ഡ് ഹിസ് ബണ്ടിൽ. ദ മാൻ സ്റ്റംബിൾഡ് ഓൺ ദ പൗച്ച്. സ്റ്റംബിൾ എന്നാൽ ഇവിടെ ഇടറുക, കാലിടറുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ഡ്രോപ്ഡ് ഹിസ് ബണ്ടിൽ, അദ്ദേഹത്തിൻ്റെ കെട്ട് അദ്ദേഹം ഇട്ടു, അദ്ദേഹം അതിന്മേൽ കാലിടറി, ആ പൗച്ച്, ആ പണസഞ്ചിയിൽ അദ്ദേഹം കാലിടറി. സ്റ്റൂപ്പിംഗ്, കുനിയുന്നു. ഹി പിക്ഡ് ഹിസ് ബണ്ടിൽ അപ്പ് ആൻഡ് സോ ദ പൗച്ച്. ഹി പിക്ഡ്, അദ്ദേഹം എടുത്തു, ഹിസ് ബണ്ടിൽ, അദ്ദേഹത്തിൻ്റെ ആ താഴെ വീണ ആ വിറകുകെട്ട് അദ്ദേഹം എടുത്തു. ആൻഡ് സോ ദ പൗച്ച്, അങ്ങനെ അദ്ദേഹം ആ പണസഞ്ചി കണ്ടു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്, അദ്ദേഹം അത് താഴെ നിന്നും എടുത്തു, എന്നിട്ട് അദ്ദേഹം അത് തുറന്നു. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് കോൾഡ് ഔട്ട്. ഹി ലുക്ക്ഡ് അറൗണ്ട്, അദ്ദേഹം ചുറ്റുപാടും നോക്കി, ആൻഡ് കോൾഡ് ഔട്ട്, എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഹലോ, ഈസ് എനിവൺ ഹിയർ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിവൺ എന്നാൽ ആരെങ്കിലും, ഹിയർ എന്നാൽ ഇവിടെ. ഹൂസ് ഈസ് ദിസ് മണി പൗച്ച്? ഈ പണമടങ്ങിയ സഞ്ചി ആരുടേതാണ്? ബട്ട് ദർ വാസ് നോ റിപ്ലൈ. ബട്ട്, പക്ഷേ, ദർ വാസ് നോ റിപ്ലൈ, അവിടെ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുടേതാണ് ഈ പണമടങ്ങിയ സഞ്ചി? പക്ഷേ ഒരു മറുപടിയും അവിടെ നിന്നും ലഭിച്ചില്ല. സോ, ആയതിനാൽ, അങ്ങനെ, ദ വുഡ് കട്ട് ഹറി ടു ദ ട്രഷറി. ട്രഷറി എന്നാൽ ഇവിടെ രാജഭണ്ഡാരം എന്നാണ് അർത്ഥം. സർക്കാർ ഖജനാവ്, നിധി സൂക്ഷിക്കുന്ന സ്ഥലം, ഇതൊക്കെയാണ് അർത്ഥം. ആ സ്ഥലത്തേക്ക് അദ്ദേഹം ധൃതിയിൽ പോയി. ഹറീഡ് എന്നാൽ ധൃതിയിൽ, ധൃതിയിൽ ആ വിറകുവെട്ടുകാരൻ അങ്ങോട്ടേക്ക് പോയി. ഹോൾഡിംഗ് ദ പൗച്ച് ടൈറ്റ്ലി ഇൻ ഹിസ് ഹാൻഡ്സ്. ഹോൾഡിംഗ്, പിടിച്ചുകൊണ്ട്, ദ പൗച്ച്, ആ പണസഞ്ചി പിടിച്ചുകൊണ്ട്, ടൈറ്റ്ലി എന്നാൽ ശക്തമായിട്ട്, ഇൻ ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കൈകളിൽ ശക്തമായിട്ട് ആ പണസഞ്ചി പിടിച്ചുകൊണ്ട് അദ്ദേഹം ധൃതിയിൽ ആ വിറകുവെട്ടുകാരൻ അങ്ങോട്ടേക്ക് പോയി. ആ സർക്കാരിൻ്റെ ഖജനാവിലേക്ക്, ആ നിധി സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. ആസ് ഹി എൻറ്റേർഡ്, അദ്ദേഹം പ്രവേശിച്ച സമയത്ത്. ദ ട്രഷറി ഓഫീസർ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ആസ്ക്ഡ്. ദ ട്രഷറി ഓഫീസർ, ആ ട്രഷറിയിലെ ഓഫീസർ, ഉദ്യോഗസ്ഥൻ, ലുക്ക്ഡ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കി, ആൻഡ് ആസ്ക്ഡ്, എന്നിട്ട് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗുഡ് ഡേ സാർ, വാട്ട് ബ്രിങ്സ് യു ഹിയർ? വാട്ട് ബ്രിങ്സ് യു ഹിയർ, ഇതിനർത്ഥം നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത് എന്നല്ല, എന്തേ വന്നത് എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത്, അതാണ് അർത്ഥം. വാട്ട് ബ്രിങ്സ് യു ഹിയർ. ഹലോ, ഐ ഫൗണ്ട് ദിസ് പൗച്ച് ഓൺ ദ പാത്ത് വൈൽ ഐ വാസ് റിട്ടേണിംഗ് ഹോം ഫ്രം ദ ഫോറസ്റ്റ്. ഐ ഫൗണ്ട്, ഞാൻ കണ്ടെത്തി, ദിസ് പൗച്ച്, ഈ സഞ്ചി, ഓൺ ദ പാത്ത്, വഴിയിൽ വച്ച്, വൈൽ ഐ വാസ് റിട്ടേണിംഗ്, വൈൽ എന്നാൽ ആസ്, അതിനിടയിൽ, ഐ വാസ് റിട്ടേണിംഗ് ഹോം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു, ഫ്രം ദ ഫോറസ്റ്റ്, വനത്തിൽ നിന്നും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു, അതിനിടയിൽ, വഴിയിൽ വച്ച്, ഈ പണസഞ്ചി ഞാൻ കണ്ടു. ദ വുഡ് കട്ടർ റിപ്ലൈഡ്, വിറകുവെട്ടുകാരൻ മറുപടി പറഞ്ഞു. ഹിസ് വോയിസ് സ്റ്റഡി, അദ്ദേഹത്തിൻ്റെ ശബ്ദം സുസ്ഥിരമായിരുന്നു, ദൃഢമായിരുന്നു. ഇറ്റ് ഹാഡ് മണി ഇൻ ഇറ്റ്, ഇതിനകത്ത് പണമുണ്ടായിരുന്നു, ഇതിനകത്ത് പണമുണ്ട്, ആ വിറകുവെട്ടുകാരൻ മറുപടി പറഞ്ഞു. ആൻഡ് ഐ വാണ്ട് ടു റിട്ടേൺ ഇറ്റ് ടു ഇറ്റ്സ് ഓണർ, എനിക്ക് ഇതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു നൽകണം. ഐ വാണ്ട് ടു റിട്ടേൺ, എനിക്ക് തിരിച്ചു നൽകണം, ടു ഇറ്റ്സ് ഓണർ, ഇതിൻ്റെ ഉടമസ്ഥന് എനിക്ക് ഇത് തിരിച്ചു നൽകണം. ദ ഓഫീസർ ടുക്ക് ദ പൗച്ച് ആൻഡ് സെഡ്, ആ ഓഫീസർ, ആ ഉദ്യോഗസ്ഥൻ, ടുക്ക് ദ പൗച്ച്, ആ പണസഞ്ചി എടുത്തു, ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. താങ്ക് യു ഫോർ യുവർ ഓണസ്റ്റി, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് നന്ദി. ഐ വിൽ മേക്ക് ഷുവർ, ഞാൻ തീർച്ചപ്പെടുത്തും, ഞാൻ ഉറപ്പുവരുത്തും. ഇറ്റ് ഈസ് കെപ്റ്റ് സേഫ്, ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കപ്പെടും. ആൻഡ് റിട്ടേൺ ടു ഹൂവർ ലോസ്റ്റ് ഇറ്റ്, ഇത് ആരുടെ പക്കൽ നിന്നാണോ നഷ്ടപ്പെട്ടത് ആ വ്യക്തിക്ക് തിരിച്ചു നൽകും. അതുപോലെ ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കപ്പെടും. ഞാൻ ഉറപ്പുവരുത്തും, അദ്ദേഹം പറഞ്ഞു. ദ വുഡ് കട്ടർ നോഡഡ് ആൻഡ് വെൻറ്റ് ഹോം,
ആ വിറകുവെട്ടുകാരൻ തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. ദ മിനിസ്റ്റർ ടോൾഡ് ദ കിങ് ഓൾ അബൌട്ട് ഇറ്റ്. ദ മിനിസ്റ്റർ ടോൾഡ്, മന്ത്രി പറഞ്ഞു, ദ കിങ്, രാജാവിനോട്. മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഓൾ അബൌട്ട് ഇറ്റ്, ഇതിനെപ്പറ്റിയെല്ലാം ആ മന്ത്രി രാജാവിനോട് പറഞ്ഞു. ദ ടു മെൻ വേർ സമൺ ടു ദ കിങ്സ് കോർട്ട് ഫോർ ക്വസ്റ്റ്യനിങ് ദം. സമൻ എന്നാൽ ഇവിടെ വിളിപ്പിക്കുക എന്നാണ് അർത്ഥം. ഹാജരാകാൻ കൽപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ടു മെൻ വേർ സമൻഡ്. ആ രണ്ട് പുരുഷന്മാരെയും വിളിപ്പിച്ചു. ആ രണ്ട് പുരുഷന്മാർ, ആ പണക്കാരനായിട്ടുള്ള വ്യക്തിയെയും ആ പാവപ്പെട്ട വിറകുവെട്ടുകാരനെയും രണ്ടു പേരെയും രാജാവിൻ്റെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ചു. ഫോർ ക്വസ്റ്റ്യനിങ് ദം, അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി. ദർ വാസ് നോ വൺ അറൗണ്ട്. അവിടെ ചുറ്റുപാടും ഒരാളും ഇല്ലായിരുന്നു. യുവർ മജസ്റ്റി, രാജാവിനെ ബഹുമാനിച്ച് പറയുകയാണ്, അവിടെ ഒരാളും ഇല്ലായിരുന്നു. സോ, ആയതിനാൽ, ഐ ടുക്ക് ദ മണി ആൻഡ് ഇൻവെസ്റ്റഡ് ഇറ്റ് ഇൻ മൈ ബിസിനസ് സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ഇൻക്രീസ്, ദ മെർച്ചൻറ്റ് റിപ്ലൈഡ്. അവിടെ ചുറ്റുപാടും ആരും തന്നെ ഇല്ലായിരുന്നു. സോ, ആയതിനാൽ, ഐ ടുക്ക് ദ മണി, ഞാൻ ആ പണം എടുത്തു, ആൻഡ് ഇൻവെസ്റ്റഡ്, എന്നിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഇറ്റ്, ഇത്, ആ പണം, ഇൻ മൈ ബിസിനസ്, എൻ്റെ കച്ചവടത്തിൽ, സോ ദാറ്റ്, അതുകൊണ്ട്, ആയതിനാൽ, ഇറ്റ് മൈറ്റ് ഇൻക്രീസ്, അത് വർദ്ധിച്ചേക്കും, ദ മെർച്ചൻറ്റ് റിപ്ലൈഡ്, ആ കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ഞാൻ ആ പണം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വർദ്ധിച്ചേക്കും, ബിസിനസ് കൂടുതൽ വളർന്നേക്കും, കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് യു, നിങ്ങളുടെ കാര്യമോ, അദ്ദേഹത്തോട്, മൈ ഗുഡ് മാൻ, എൻ്റെ മൈ ഗുഡ് മാൻ, ആ വിറകുവെട്ടുകാരനെ വിളിക്കുകയാണ്, മൈ ഗുഡ് മാൻ, നിങ്ങളുടെ കാര്യമോ. ദ കിങ് ആസ്ക്ഡ് ദ പുവർ വുഡ് കട്ടർ, ആ പാവപ്പെട്ട വിറകുവെട്ടുകാരനോട് രാജാവ് ചോദിച്ചു. യുവർ മാജസ്റ്റി, ഐ ഡിഡ് നോട്ട് സീ എനി വൺ ദർ ഈതർ. ഐ ഡിഡ് നോട്ട് സീ, ഞാൻ കണ്ടില്ല, എനി വൺ, ഒരാളെയും, ദർ, അവിടെ, ഈതർ, ഞാനും ഒരാളെയും അവിടെ കണ്ടില്ല. ഈതർ എന്നാൽ അതുപോലെ തന്നെ, മുമ്പ് ആ ധനികനായിട്ടുള്ള വ്യക്തി പറഞ്ഞ പോലെ തന്നെ. ബട്ട് ദ മണി വാസ് നോട്ട് മൈൻ, പക്ഷെ ആ പണം എൻ്റേത് ആയിരുന്നില്ല. പക്ഷെ ദ മണി വാസ് നോട്ട് മൈൻ, ആ പണം എൻ്റേത് ആയിരുന്നില്ല. സോ, ആയതിനാൽ, ഐ ഡിപ്പോസിറ്റഡ് ഇറ്റ് ഇൻ ദ ട്രഷറി, ആയതിനാൽ ഞാൻ ആ പണം ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഡിപ്പോസിറ്റ് എന്നാൽ ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നാണ് അർത്ഥം. അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്രഷറിയിൽ നൽകി. സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി റിട്ടേൺ ടു ദ വൺ ഹൂ ലോസ്റ്റ് ഇറ്റ്. സോ ദാറ്റ്, അങ്ങനെയാണെങ്കിൽ, ഇറ്റ് മൈറ്റ് ബി റിട്ടേൺഡ്, അത് തിരിച്ചു നൽകപ്പെട്ടേക്കും, ടു ദ വൺ ഹൂ ലോസ്റ്റ് ഇറ്റ്, ആരുടെ പക്കൽ നിന്നാണ് അത് നഷ്ടപ്പെട്ടത്, ആ വ്യക്തിക്ക് തന്നെ അത് തിരിച്ചു നൽകപ്പെട്ടേക്കും. ജോൺ റെക്കഗ്നൈസ്ഡ് ദ വിസ്ഡം ഓഫ് ദ മിനിസ്റ്റേഴ്സ് ആക്ഷൻ. റെക്കഗ്നൈസ് എന്നാൽ അംഗീകരിക്കുക എന്നാണ് അർത്ഥം. ജോൺ റെക്കഗ്നൈസ്ഡ്, ജോൺ അംഗീകരിച്ചു, ദ വിസ്ഡം ഓഫ് ദ മിനിസ്റ്റേഴ്സ് ആക്ഷൻ, മന്ത്രിയുടെ പ്രവർത്തനത്തിൻ്റെ, വിസ്ഡം എന്നാൽ ഇവിടെ വിവേകം എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കഴിവ്, വിവേകം, അത് മന്ത്രിയുടെ വിവേകം, ആ പ്രവൃത്തിയുടെ വിവേകം എന്താണ് എന്നുള്ളത് ജോണിന് മനസ്സിലായി, അദ്ദേഹം അംഗീകരിച്ചു. മന്ത്രിയുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ജോണിന് മനസ്സിലായി. ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ധനികരെല്ലാം സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളാണ്, പാവപ്പെട്ടവർ സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളല്ല എന്നായിരുന്നു ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് മന്ത്രി ഇത് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദ റിച്ച് വേർ നോട്ട് ഓൾവേസ് ഓണസ്റ്റ്. ധനികരായിട്ടുള്ള ആളുകൾ എപ്പോഴും സത്യസന്ധന്മാരല്ല. നോർ ദ പുവർ ഓൾവേസ് ഡിസോണസ്റ്റ്. പാവപ്പെട്ട ആളുകൾ എപ്പോഴും സത്യസന്ധത ഇല്ലാത്തവരുമല്ല. നോർ എന്നാൽ ഇതുമല്ല അതുമല്ല എന്നാണ് അർത്ഥം. പണക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും സത്യസന്ധന്മാരല്ല. എന്നാൽ എന്താണ്, പാവപ്പെട്ട ആളുകൾ എപ്പോഴും സത്യസന്ധത ഇല്ലാത്തവരുമല്ല. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഓണസ്റ്റി ഈസ് ഡിഫൈൻഡ് ബൈ എ പേഴ്സൺസ് ക്യാരക്ടർ.
സത്യസന്ധത നിർവചിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ടാണ്, സ്വഭാവ ഗുണം കൊണ്ടാണ്. നോട്ട് ബൈ ദയർ വെൽത്ത്, അവരുടെ ധനം കൊണ്ടല്ല, അവരുടെ ധനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു വ്യക്തിയുടെ സത്യസന്ധത നിർവചിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവ ഗുണം കൊണ്ടാണ്.